നമസ്കാരം. മഹാത്മാഗാന്ധി സർവകലാശാല FIUGP ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ BCom വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്റർ പഠിക്കാനുള്ള AEC മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജ് എന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലേഖനമാണ് സ്വന്തം വിലാസം എന്നുള്ള ലേഖനം. EP രാജഗോപാലൻ എഴുതിയിരിക്കുന്ന ലേഖനമാണ്. ആ ലേഖനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. EP രാജഗോപാലൻ 1962 കാസർഗോഡ് ജില്ലയിലെ ചന്ദേര എന്ന സ്ഥലത്ത് ആണ് ജനിച്ചത്. അദ്ദേഹം അധ്യാപകനാണ്, സാഹിത്യകാരനാണ്, പ്രഭാഷകനാണ്. ഈ മേഖലകളിലൊക്കെ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ധാരാളം കൃതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കൃതികൾ എന്ന് പറയുന്നത് കവിതയുടെ ഗ്രാമങ്ങൾ, സംസ്കാരത്തിന്റെ കുടിലുകൾ, സ്വപ്നവും ചരിത്രവും, നാട്ടറിവും വിമോചനവും, മിണ്ടാട്ടങ്ങൾ, മീനും കപ്പലും തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കൃതികൾ. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് സ്വന്തം വിലാസം എന്നുള്ള ലേഖനം. ഇതിൽ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും തപാലിന്റെ, അതായത് പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. തപാലിന്റെ ഒരു പഴയകാല പ്രൗഢിയും ഇന്നത്തെ അതിന്റെ ഒരു അസ്തമയനവുമാണ്. ഇന്നത് അസ്തമിച്ചു പോയതിനെ കുറിച്ചും ആണ് സ്വന്തം വിലാസം എന്നുള്ള ഈ ലേഖനത്തിലൂടെ EP രാജഗോപാലൻ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ആദ്യം കത്തുകളെക്കുറിച്ച് അവതരിപ്പിച്ച്, കത്തുകാലത്തെക്കുറിച്ച് അവതരിപ്പിച്ച്, ഈ കത്തുകാലത്തിൽ നിന്നും ഒരു ഇമെയിലിന്റെ യാന്ത്രിക ശൈലിയിലേക്കുള്ള സമൂഹത്തിന്റെ മാറ്റത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ഈ ലേഖനം ആരംഭിക്കുന്ന സമയത്തിന് ആദ്യം തന്നെ മാർക്വേസിന്റെ കേണലിന് ആരും എഴുതുന്നില്ല എന്ന നോവലിലെ ഒരു ഭാഗം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം ആരംഭിക്കുന്നത്. ഇവിടെ ഈ നോവൽ ഭാഗത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഡോക്ടർ, അതോടൊപ്പം ഒരു കേണൽ. ഡോക്ടർ വർത്തമാന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേണല് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എഴുത്തുപെട്ടിയിൽ നോക്കിയിരിക്കുകയാണ്, ദൃഷ്ടി ഉറപ്പിച്ച് നോക്കിയിരിക്കുകയാണ്. പോസ്റ്റ്മാൻ ആ പോസ്റ്റ് ബോക്സിൽ എഴുത്തുപെട്ടിയുടെ മുമ്പിൽ എത്താൻ വേണ്ടിയിട്ട് ദൃഷ്ടി ഉറപ്പിച്ച് നോക്കുകയാണ്. അങ്ങനെ പോസ്റ്റ്മാൻ വന്നു, ആ പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ബോക്സ് തുറന്നു നോക്കിക്കഴിഞ്ഞതിന് ശേഷം അയാൾ നിരാശയോട് പറഞ്ഞു, കേണലിന് ഒന്നും ഇല്ല എന്ന് പറയാണ്. കത്തുകൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ കേണൽ ലജ്ജിതനായിട്ട് അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ്, ഞാൻ കത്തൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊരു നുണയും കൂടെ കേണൽ തിരിച്ചു പറയാണ്. അതിനുശേഷം ഈ കേണൽ ഡോക്ടറെ നേരെ തിരിഞ്ഞ് ബാലിശമായിട്ട് പറയാണ്, എനിക്ക് ആരും എഴുതുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്യാവശ്യമായിട്ടൊരു കത്ത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് ഇന്ന് തീർച്ചയായിട്ടും വരുമെന്ന് വിചാരിക്കുകയും ചെയ്തത് കേണൽ പറയാണ്. അതിനുശേഷം കേണൽ പറയുന്നു, വരുമെന്ന് നിശ്ചയമുള്ള ഒരേ ഒരു കാര്യം മരണമാണെന്ന് കേണൽ അവിടെ പറയാണ്. ഇതിലൂടെ നമ്മുടെ ഈ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത് കത്തില്ലായ്മ, അതായത് കത്ത് എഴുതാത്തൊരവസ്ഥ എന്ന് പറയുന്നത് മരണം തന്നെയാണെന്ന് നമ്മളെ ധ്വനിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മരണത്തിന് തുല്യമാണ് കത്ത് പ്രതീക്ഷിച്ചിരുന്നിട്ട് നമുക്ക് കത്ത് കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിന്റെയും ഏകാന്തതയുടെയും അവശ്യതയുടെ ഒക്കെ ഒരു പര്യായമായിട്ട് നിൽക്കുന്നതാണ് കത്ത് ഇല്ലാത്തൊരു അവസ്ഥ എന്ന് ഇവിടെ ലേഖകൻ ഈ നോവലിനെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ എഴുതുകയും ചെയ്യാണ്. ഈ ലേഖനം 3 ഭാഗങ്ങളായിട്ട് ഇനി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്ന പ്രധാനമായിട്ടും പോസ്റ്റ്മാനെ കുറിച്ചും പോസ്റ്റ് ഓഫീസിനെ കുറിച്ചൊക്കെയാണ് ഒന്നാമത്തെ ഭാഗത്ത് EP രാജഗോപാലൻ പരാമർശിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടില് ഈ തപാലിന്റെ ഒരു പഴയ പേരുണ്ട്, അഞ്ചൽ എന്നാണ് ഈ തപാലിന്റെ പഴയ പേര്. അപ്പൊ അതിന് ഒരു ദൈവികത്വം ഉണ്ടെന്ന് പറയാണ്. അതായത് ദൈവത്തിന്റെ സന്ദേശവാഹകന് പറയുന്ന പേരാണ് ഏഞ്ചൽ, മാലാഖ എന്ന് മലയാളത്തില്. അപ്പോൾ ആ ഏഞ്ചലിനെ മലയാളപ്പെടുത്തിയ ഒരു രൂപമാണ് അഞ്ചൽ എന്ന് ഇവിടെ ഈ EP രാജഗോപാലൻ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പറയാണ്, തപാൽക്കാരൻ എന്ന് പറയുന്നത്, അതായത് കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു മാലാഖ തന്നെയാണ് എന്ന് പറയാണ്. അതായത് സന്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് സന്ദേശങ്ങളുമായിട്ട് ഒരു മാലാഖയെ പോലെ ഒരു പോസ്റ്റ്മാൻ കടന്നു വരുന്നത് എന്നുള്ള കാര്യം ഇദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ കത്ത് കൊണ്ടുവരുന്ന ഈ മാലാഖ എന്ന് നമ്മൾ കരുതുന്ന അഞ്ചൽക്കാരൻ, അതായത് പോസ്റ്റ്മാനെ ഒരിക്കലും പിണക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രദ്ധിക്കായിരുന്നു. കാരണം ഇങ്ങനെ പോസ്റ്റ്മാനൊക്കെ പിണക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഉരുപ്പടികൾ, അതായത് കത്തുകളൊക്കെ കിട്ടാതിരിക്കുമോ എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ പേടി ആളുകൾക്കുണ്ട് എന്ന് പോസ്റ്റ്മാനും അറിയാം. അതുകൊണ്ട് പോസ്റ്റ്മാനെ പിണക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കാറില്ല. ഇനി ഓരോ ദിവസവും തന്റെ കൈകളിലേക്ക് കത്തുകൾ എത്തിക്കഴിയുമ്പോൾ പോസ്റ്റ്മാൻ പെട്ടെന്ന് തന്നെ അത് അതിന്റെ മേൽവിലാസക്കാരന്റെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത്, ഏത് തപാൽ ഉരുപ്പടിയാണെങ്കിലും അത് മേൽവിലാസക്കാരൻ, അത് കിട്ടേണ്ട ആൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു തപാൽ ഉരുപ്പടി ആയിരിക്കും എന്നുള്ള ബോധ്യം പോസ്റ്റ്മാനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ അതിന്റെ ഉടമസ്ഥന്റെ കൈകളിലേക്ക് എത്തിക്കാറുണ്ട്. അതിനുശേഷം ഇവിടെ EP രാജഗോപാലൻ തങ്ങളുടെ നാട്ടിലെ ഈ പോസ്റ്റ്മാൻമാരെ, പഴയ പോസ്റ്റ്മാൻമാരെയൊക്കെ ഓർത്തെടുക്കാണ്. അത് പറയാണ്, അവരുടെ പോസ്റ്റ്മാൻമാരെ ഞങ്ങൾ സ്നേഹത്തോട് ഓർക്കാണ്. പതിറ്റാണ്ടുകൾ, കുറേ നാളുകൾ തുടർച്ചയായിട്ട്
കുഞ്ഞമ്പുവേട്ടനായിരുന്നു തങ്ങളുടെ പോസ്റ്റ്മാൻ എന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അപ്പൊ അവര് സാദരം അതായത് സ്നേഹത്തോടു കൂടി തന്നെ ഇ പി രാജഗോപാലിനും അവരുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പോസ്റ്റ്മാനമ്പുവേട്ടൻ എന്നാണ് ഈ കുഞ്ഞമ്പുവേട്ടനെ ഒറ്റ വാക്കായിട്ട് വിളിക്കുകയും ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്ന് എല്ലാ വീടുകളിലും നടന്ന് പോയിട്ട് കത്ത് കൊടുത്തിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. ഒരു നല്ലൊരു കണിശക്കാരനുമായിരുന്നു. കൃത്യമായിട്ട് കത്തുകളൊക്കെ വീടുകളിൽ എത്തിക്കുന്ന ഒരു കണിശക്കാരനും ആയിരുന്നു അദ്ദേഹം. ഈ കുഞ്ഞമ്പുവേട്ടന്റെ കാലത്തിന് ശേഷം പിന്നെ വന്ന പോസ്റ്റ്മാൻ, അവരുടെ നാട്ടിൽ നിന്ന് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ജോൺ എന്നുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അധികകാലമൊന്നും ജോലി ചെയ്തില്ല. ഒരു ദിവസം ഓഫീസിൽ വെച്ച് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കത്തുകളിൽ ഇങ്ങനെ സീലടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹൃദയസ്തംഭനം വന്ന് ഈ ജോൺ മരിച്ചു പോവുകയും ചെയ്യാണ്. പിന്നീട് അവരുടെ ഇപ്പോഴത്തെ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് രാജൻ എന്നുള്ള വ്യക്തിയാണ്. ഇപ്പൊ രാജൻ നല്ല ഒരു സുഹൃത്താണെന്നും കൂടി അദ്ദേഹം ഇവിടെ കുറിക്കുകയാണ്. ഇങ്ങനെ ആളുകൾക്ക് കത്തുകളും അതുപോലെ തന്നെ തപാലിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നത് തനിക്ക് ഏറ്റവും ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് തിരിച്ചറിവോടെ തന്നെയാണ് ഈ രാജൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജൻ എന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ നാട്ടിലെ പോസ്റ്റ്മാന് ഒരു കാര്യം കൂടി അറിയാം. അതായത് താൻ മാറിയ ഒരു കാലത്ത് തപാൽക്കാരനാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതായത് കത്തുകൾ, അതായത് വ്യക്തിപരമായിട്ടുള്ള കത്തുകൾ എഴുതുന്ന ഒരു കാലഘട്ടം അവസാനിച്ചു എന്നും വാണിജ്യപരമായിട്ടുള്ള രീതിയിൽ മാത്രമേ കത്തുകൾ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു മാറിയൊരു കാലഘട്ടത്തെക്കുറിച്ചും കൂടെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാനും സാധിക്കുന്നു. അതിനെക്കുറിച്ച് അവിടെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വ്യക്തികൾ എഴുതുന്ന കത്തുകൾ ഇന്ന് പൊതുവെ കുറവാണ്. അച്ചടിച്ച ഉരുപ്പടികൾ, അതായത് അച്ചടിച്ച കത്തുകളൊക്കെയാണ് അധികവും വരുന്നത്. അതായത് ഔദ്യോഗികമായിട്ട് ചില കത്തുകൾ, ടെലിഫോൺ ബില്ലുകൾ, പെൻഷൻ, മണി ഓർഡറുകൾ ഒക്കെയാണ് ഇന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പെൻഷന്റെയും മണി ഓർഡറുകളുടെയൊക്കെ മാലാഖയായിട്ട് പോസ്റ്റ്മാൻ ഇന്ന് മാറുകയാണ്. അതായത് ഇവരുടെ ഈ രാജൻ എന്ന പേരുള്ള പോസ്റ്റ്മാൻ ഇന്ന് മാറുകയും ചെയ്യുകയാണെന്ന് ഈ ലേഖനകർത്താവ് ഇവിടെ കുറിച്ചു വയ്ക്കുകയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ ഒരു വിനിമയക്കാരനായിരുന്നു. അതായത് പ്രേമലേഖനങ്ങള്, ഭർത്താവ് വിദേശത്തു നിന്നും ഭാര്യയ്ക്ക് അയക്കുന്ന കത്തുകൾ, ഭാര്യ ഭർത്താവിന് അയക്കുന്ന കത്തുകൾ, പിന്നെ വിദൂരത്ത് അയക്കുന്ന മക്കള് മാതാപിതാക്കൾക്ക് അയക്കുന്ന കത്തുകൾ, അങ്ങനെ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന കത്തുകളായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ അയച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള വികാരങ്ങളുടെ വിനിമയക്കാരനായിട്ടുള്ള പോസ്റ്റ്മാൻ ഇനി പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല എന്നും ഇദ്ദേഹം ഇവിടെ കുറിക്കുകയാണ്. അതായത് വിദൂരങ്ങളിലെ ബന്ധുക്കളുടെ കത്തുകൾ, പ്രേമലേഖനങ്ങൾ, ഇതൊക്കെ ഇനി നമുക്ക് പഴയ നോവലുകളിലും ചെറുകഥകളിലും ചലച്ചിത്രങ്ങളിലൊക്കെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ എന്നും കൂടെ അദ്ദേഹം ഇവിടെ കുറിച്ചു വയ്ക്കുകയാണ്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇതേപോലെ കത്തുകൾ, ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ചിലര് അവർക്ക് കൃത്യം കത്ത് വരുന്ന തീയതി പോലും അവർ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് കത്ത് പ്രതീക്ഷിക്കുന്ന തീയതിയിൽ തന്നെ തപാൽ ഓഫീസിൽ കൃത്യമായിട്ട് എത്തും. അതിനുശേഷം അവിടെ കണ്ണിൽ വിളക്ക് കൊളുത്തി വെച്ച് അതുപോലെ തന്നെ ആ കത്ത് പ്രതീക്ഷിച്ച് അവിടെ നിൽക്കും. അതിനുശേഷം അവിടെ പോസ്റ്റ്മാൻ കത്തുകളൊക്കെ തരംതിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഉത്കണ്ഠയോടുകൂടെയൊക്കെ നോക്കി നിൽക്കും. പോസ്റ്റ്മാന് ഇതൊക്കെ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. കാരണം ഉത്കണ്ഠയോടുകൂടി തന്നെ അവർ നോക്കി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ പോസ്റ്റ്മാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം കത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ വിഷമത്തോടു കൂടെ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയും പോസ്റ്റ്മാൻ ആയിരുന്നു. കാരണം പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഒരു സന്ദേശവാഹകൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് സന്തോഷവും വേറെ ചിലർക്ക് സങ്കടവും നൽകാനാണ് ഇങ്ങനെ പോസ്റ്റ്മാൻ നിയോഗിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ കുറിച്ചു വെക്കുകയാണ്. ഈ ഒന്നാമത്തെ ഭാഗത്ത് അവസാനമായിട്ട് പറയുന്നതാണ്, അതായത് പ്രതീക്ഷയുടെ കാര്യാലയമാണ് തപാൽ ഓഫീസ്. അതായത് മറ്റുള്ളവർക്ക് പ്രതീക്ഷ, കത്ത് വരും, തന്റെ പ്രിയപ്പെട്ടവരുടെ കത്ത് വരും എന്നുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യാലയമാണ് തപാൽ ഓഫീസ് എന്ന് ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം ഇവിടെ കാണുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഇങ്ങനെ വികാരപരമായിട്ടുള്ള കത്തുകളുടെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതായത് ലാൻഡ് ഫോണുകളുടെ പെരുകിയത്, മൊബൈൽ ഫോണുകൾ വന്നത്, അതുപോലെ തന്നെ ഇമെയിൽ സംവിധാനത്തിന്റെ ആവിർഭാവം തുടങ്ങിയവയൊക്കെ നമ്മുടെ ഒരു കത്ത് സംസ്കാരത്തെ ഇല്ലാതാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നത്. നമ്മുടെ നാട്ടില് ഈ ലാൻഡ് ഫോണുകളൊക്കെ പെരുകിയതോടുകൂടെ തന്നെ, അതായത് ആദ്യം അപൂർവമായ ചില വീടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എല്ലാ വീടുകളിലേക്കും ഈ ലാൻഡ് ഫോണുകളൊക്കെ വന്നതോടുകൂടെ തന്നെ കത്ത് എഴുതുന്ന സാധ്യതകള് അങ്ങനെയുള്ള ധാരണയ്ക്ക് തന്നെ മങ്ങലേൽക്കുകയാണ്. പിന്നീട് മൊബൈൽ ഫോണുകളൊക്കെ വന്നപ്പോൾ, നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മൊബൈൽ ഫോണുകൾ വന്നപ്പോൾ കത്തെഴുത്ത് പൂർണ്ണമായിട്ട് ചുരുങ്ങി ഇല്ലാതായിട്ട് തീരുകയാണ്. അപ്പൊ ഇന്ന് അതിനുശേഷം ഇന്ന് കത്ത് എഴുതുന്ന രീതിയിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ചെയ്യുന്ന ഇമെയിലുകളൊക്കെയാണ്. വിശദമായിട്ട് കത്തുകൾ ഇല്ലറ്റിലൊക്കെ എഴുതി അയക്കുന്ന കത്ത് ശീലങ്ങൾ ഇന്ന് മുഴുവനായിട്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇമെയിൽ അയക്കുമ്പോൾ, അത് കത്തിന്റെ ഒരു പുതിയ കാല രൂപമാണല്ലോ ഇമെയിൽ. ഈ ഇമെയിൽ അയക്കുമ്പം ഈ പഴയ മട്ടിൽ കത്ത് എഴുതുന്ന ഒരു ശൈലിയൊന്നും ഇമെയിലിൽ ആരും പ്രയോഗിക്കുന്നില്ല. അതായത് ഇന്റിമേറ്റ് എന്ന വാക്കിന്റെ പരമാവധി അർത്ഥത്തോടു കൂടി തന്നെ, ആ വികാരത്തോടു കൂടിയാണ് തപാൽ ഉരുപ്പടികളൊക്കെ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അതായത് കത്തുകളൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ എത്തിച്ചേർന്നിരുന്നത്. പക്ഷെ ഇമെയിലിൽ നമുക്ക് ഇങ്ങനെയൊന്ന് കാണാനേ നമ്മൾ സാധിക്കുകയില്ല.
അത് കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ ഒന്നും കൂടെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതായത് ഇല്ലെങ്കിലും കവറുകൾക്കുള്ളിലെ കടലാസിലുമൊക്കെ ജീവിതത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ ആഖ്യാനം ചെയ്യപ്പെട്ട, അതായത് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ, നമ്മളുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചിലർ കത്തുകളിൽ സുഗന്ധം പൂശിയിട്ട് അയക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ചിലപ്പം മഷിക്കൊപ്പം ചിലരെ കണ്ണുനീര്, വിഷമം കൊണ്ടുള്ള കണ്ണുനീരും വിയർപ്പും വീണ കത്തുകളൊക്കെ ഈ ആളുകളുടെ അടുക്കലേക്ക് എത്തുമായിരുന്നു. ഇങ്ങനെ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും അടങ്ങിയ കത്തുകളാണ് ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇമെയിൽ സംവിധാനം വന്നതോടുകൂടി തന്നെ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കത്തുകളുടെ ഒരു സംവിധാനം ഇല്ലാതായിട്ട് മാറിയിരിക്കുകയും ചെയ്യാണ്. ഇവിടെ എസ് കെ പൊറ്റക്കാട് കത്തെഴുതിയതിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അതായത് എസ് കെ പൊറ്റക്കാട് തന്റെ സാഹിത്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു വൃദ്ധ സ്ത്രീക്ക് വേണ്ടി, വൃദ്ധ മാതാവിന് വേണ്ടിയിട്ട് കത്തുകൾ എഴുതി കൊടുക്കുമായിരുന്നു. അതുവഴിയായിട്ടാണ് തന്റെ സാഹിത്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതെന്ന് എസ് കെ പൊറ്റക്കാട് ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ്. ഇനി ഈ കത്തുകൾ എന്ന് പറയുന്നത് ഒരു നമ്മളെ സംസ്കാര പഠനത്തിന്, നമ്മുടെ നാടിന്റെ ഒരു സംസ്കാര പഠനത്തിന് വേണ്ടി കൂടെ നമ്മളെ സഹായിക്കുന്നതാണെന്നും കൂടി അദ്ദേഹം ഇവിടെ പറയാണ്. അതിനുള്ള ഉദാഹരണം നമ്മുടെ ഇവിടെ കേരളത്തിലെ കുമാരനാശാനും വള്ളത്തോളും മുതലായ ആളുകളുടെയൊക്കെ കത്തുകൾ പുസ്തക രൂപത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇവ സംസ്കാര പഠനത്തിന് പലതരത്തിൽ പ്രയോജനപ്പെടുന്ന ഒന്ന് ആണെന്ന് ഇവിടെ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കത്തുകളാണ് അച്ചടിച്ച് വന്നേക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രശസ്തരല്ലാത്തവരുടെ കത്തുകൾ കൂടെ ലഭ്യമായാൽ അതും മികച്ച പഠന സാമഗ്രികളായിരിക്കുമെന്ന് അദ്ദേഹം ഇവിടെ കുറിക്കുകയാണ്. കാരണം അനൗപചാരികമായിട്ടുള്ള ചരിത്ര അനുഭവങ്ങളുടെ രേഖയായിട്ട് അവ വായിക്കാനാവും. കാരണം ഈ ഔപചാരികമായിട്ട് എഴുതിയ കത്തുകളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അനൗപചാരികമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്തുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ചില സംസ്കാര രീതികളെക്കുറിച്ച്, ആ ഒരു കാലഘട്ടത്തിലെ പല പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു സംസ്കാരത്തെ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കത്തുകൾ വഴി കഴിയും എന്നും അദ്ദേഹം ഇവിടെ കുറിക്കുകയാണ്. ഇനി ഇവിടെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് വ്യക്തിബന്ധങ്ങളെ നമുക്കെന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി മാത്രം കാണുന്ന ഒരു സമൂഹത്തിന് ഹൃദ്യമായിട്ടുള്ള, സ്നേഹപൂർവകമായിട്ടുള്ള കത്തുകൾ എഴുതാൻ വേണ്ടി പറ്റില്ല എന്ന് അദ്ദേഹം ഇവിടെ കുറിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം മറ്റുള്ള വ്യക്തികളെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരോട് വളരെ സ്നേഹവായ്പകളോടെ, വികാര വായ്പകളോടെ കത്തുകൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയില്ല എന്നും അദ്ദേഹം ഇവിടെ കുറിക്കുകയാണ്. ഈ ഫോണിനെ കുറിച്ചും കത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഭാഗം അദ്ദേഹം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് ഫോൺ എന്ന് പറയുന്നത് രണ്ടുപേരുടെ സംഭാഷണത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഞാൻ വേറെ ആളോട് കൂടെ, അത് ഡയലോഗികമാണെന്ന് പറയാണ്. ഞാൻ വേറെ ആളോട് സംസാരിക്കുമ്പോൾ രണ്ടുപേരുടെ സംഭാഷണങ്ങൾ അവിടെ നടക്കാണ്. പക്ഷെ എന്നാൽ എഴുതി അയക്കുന്ന കത്തില് കിട്ടുന്ന ആളിനെ അറിയിക്കാനും സ്വാധീനിക്കാനും ബോധ്യപ്പെടുത്താനും വികാരം കൊള്ളിക്കാനുള്ള ശൈലികൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു കത്ത് എഴുതുമ്പോൾ അവിടെ എനിക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ ആ കിട്ടുന്ന ആളെ സ്വാധീനിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തെ വികാരം കൊള്ളിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പറ്റുന്ന രീതിയിലുള്ള ശൈലികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ഒരു കത്ത് എഴുതേണ്ടതെന്നും കൂടെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഈ ലേഖനത്തിന്റെ അവസാനത്തെ ഭാഗം, അതായത് മൂന്നാമത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഈ നമ്മളുടെ മേൽവിലാസത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പഠനം വിധേയമാക്കേണ്ട കാര്യത്തെക്കുറിച്ചും മേൽവിലാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഒരു ഉദാഹരണ സഹിതം ഇവിടെ വിവരിക്കുകയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ്, സാമ്പ്രദായികമായ മേൽവിലാസത്തിന് പോലും സാംസ്കാരികം പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അതായത് ഒരു മേൽവിലാസത്തിൽ നിന്നും ഒരു സംസ്കാരത്തെയും നാടിനെയും കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒത്തിരി വസ്തുതകൾ ഒരു മേൽവിലാസത്തിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം പറയാണ്. ഇപ്പൊ ഒരു നാടൻ മേൽവിലാസം അദ്ദേഹം ഇവിടെ കൊടുക്കുന്നുണ്ട്. എം നാരായണൻ, സ്ത്രാമ്പിക്കൽ തെക്കേതിൽ, കിനാക്കൂൽ, പോസ്റ്റ്, നീട്ടുമംഗലം, ജില്ല കാസർഗോഡ്, കേരളം. ഇതൊരു പിരമിഡൽ ഘടനയിലാണ് ഇദ്ദേഹം ഇവിടെ ഈ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് കൃത്യമായിട്ട് മേലെ പേര്, ആ പേരിന് ഏത് വീട്ടിലാണ് ഉള്ളതെന്നുള്ള കാര്യം കുറിക്കുന്ന വീട്, പിന്നെ അത് നാട്, പോസ്റ്റ്, ജില്ല, സംസ്ഥാനം, അങ്ങനെ തുടങ്ങിയ ഒരു പിരമിഡിക്കൽ ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം ഇവിടെ പറയുകയാണ്. ഇദ്ദേഹം ഈ ലേഖനകർത്താവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇങ്ങനെ ഈ അഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഘടന, പിരമിഡിക്കൽ ഘടന എന്ന് പറയുന്നത്, ഇത് ഒരു ഏകാന്തതയുടെ അനുഭവത്തെ നിഷേധിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നതാണ് ഈ അഡ്രസ്സ് എന്ന് പറയുകയാണ്. അതിനുശേഷം ഇത് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ എം നാരായണൻ എന്നാൾ ഒറ്റയ്ക്കല്ല, അയാൾ സ്ത്രാമ്പിക്കൽ തെക്കേതിൽ ഉള്ള ആളാണ്. ഈ വീട്ടുപറമ്പും ഒറ്റയ്ക്കല്ല, അതായത് ഈ വീട്ടുപേര് ഒറ്റയ്ക്കല്ല, അത് കിനാക്കൂൽ എന്നുള്ള നാട്ടിൽ പെട്ടതാണ് എന്നുള്ള കാര്യം കൂടെ പറയാണ്. ഇനി ഈ കിനാക്കൂൽ എന്നത് നീട്ടുമംഗലം എന്നുള്ളൊരു സ്ഥലത്തിൽ നിന്നാണെന്നും, ഈ കിനാക്കൂൽ നീട്ടുമംഗലം കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സ്ഥലമാണെന്നും, ഈ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണെന്നും, കേരളം ഇന്ത്യയിലെ ഒരു സ്ഥലമാണെന്നും, ഇന്ത്യ
ഈ ലോകത്തിലുള്ള ഒരു പ്രദേശമാണെന്നും കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ മേൽവിലാസത്തിന് കഴിയുന്നു എന്ന് അദ്ദേഹം പറയാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തെ പിന്താങ്ങാൻ വേണ്ടി ഒരു വീട്, ആ വീട് കുടികൊള്ളുന്ന സ്ഥലം, ആ ഗ്രാം പോസ്റ്റ്, ആ ജില്ല, സംസ്ഥാനം, രാജ്യം, അങ്ങനെ എല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ ഉതകുന്നതാണ് ഒരു അഡ്രസ്സ് എന്ന് അദ്ദേഹം പറയാണ്. ഈ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ശില്പമാണെന്നും കൂടെ അദ്ദേഹം പറയാണ്. ഇതൊരു സംസ്കാരത്തെ കുറിക്കുന്ന കാര്യമാണ്. ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ അഡ്രസ്സ്, വിലാസങ്ങൾ ഒന്നിച്ചെടുത്ത് നോക്കിയാൽ തന്നെ ആ സ്ഥലത്തെക്കുറിച്ച് പല ധാരണകളും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ആ നാടിന്റെ പഴയ പേരെങ്ങനെയായിരുന്നു, അവിടുത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, ആ കാലഘട്ടത്തിൽ ആ നാട് ഏത് ജില്ലയിൽപ്പെട്ടതാണ്, അപ്പൊ ഇന്ന് ഏത് ജില്ലയിലേക്കാണ് വന്നിരിക്കുന്നത്, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഒരു നാടിന്റെ സംസ്കാരവും ചരിത്രവും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വിലാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് അദ്ദേഹം പറയാണ്. ചുരുക്കി പറഞ്ഞാല് ഒരാളുടെ സാമൂഹിക അസ്തിത്വത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ പ്രമാണമാണ് മേൽവിലാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതായത് എൻ്റെ ഈ സമൂഹത്തിലുള്ള നിലനിൽപ്പിന്റെ, എൻ്റെ അസ്തിത്വത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു രൂപം, ഒരു ഔദ്യോഗിക രൂപമാണ് എൻ്റെ മേൽവിലാസം. ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും ചുരുക്ക രൂപമാണ് എൻ്റെ മേൽവിലാസം. ഇങ്ങനെ ഈ കത്തെഴുതിന്റെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വിശുദ്ധമായിട്ടുള്ള വിലാസങ്ങളായിരുന്നു എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടിനെ കുറിച്ചും എല്ലാം അതിന്റെ സാംസ്കാരികതയും എല്ലാ കാര്യങ്ങളും ആ വിലാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഈ ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, ഇവിടെ പോസ്റ്റ് ബോക്സ് നമ്പർ ഒക്കെ എഴുതുന്ന കാലഘട്ടം വന്നപ്പം അഡ്രസ്സ് എഴുതുന്നതിൽ വീണ്ടും ചുരുക്കം വന്നിരിക്കുകയാണ്. പിന്നീട് ഈ വിലാസത്തിന്റെ ഈ സാധ്യതയെ തന്നെ ചെറുതാക്കുന്ന രീതിയിൽ ഇമെയിൽ വിലാസം വരികയാണ്. ഇതില് പേരിന്റെ സൂചനയായി എന്തെങ്കിലും ആദ്യം കാണും, പിന്നീട് അറ്റ് ചേർന്നിട്ട് ആ വിലാസത്തിലെ സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെയോ പേരൊക്കെ ചേർത്ത് .com, .org, .in തുടങ്ങിയവയിൽ ഒന്നിനോടൊപ്പം ചേർന്നിട്ട് ഒറ്റ വരിയിൽ ഇംഗ്ലീഷിൽ മാത്രം എഴുതാവുന്ന അഡ്രസ്സിലേക്ക് പുതിയൊരു കാലഘട്ടത്തിലെ വിലാസം മാറിപ്പോയിരിക്കുകയാണെന്നുള്ള കാര്യം കൊണ്ട് അദ്ദേഹം ഇവിടെ ചേർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിയതമായിട്ടുള്ള സ്ഥല സാമൂഹിക അസ്തിത്വത്തിൽ നിന്ന് ഈ വിലാസം നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ വരിയിൽ ഒതുങ്ങുന്ന ഒരു സൂചക പദങ്ങൾ മാത്രമായിട്ട് വിലാസം മാറിയിരിക്കുകയാണെന്ന് എന്നും കൂടെ അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സ്ഥല ബന്ധങ്ങൾ മുഴുവനും പുതിയ കാല വിലാസത്തിൽ നിന്നും അപ്രസക്തമാവുകയാണ് എന്ന് അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ലേഖനം അവസാനിപ്പിക്കുന്ന അദ്ദേഹം ഇങ്ങനെയാണ്. അതായത് നമ്മളുടെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പം, പുതിയൊരു വിലാസവും കത്ത് സംസ്കാരവും വന്നപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളും സമൂഹങ്ങളും ഒക്കെ നമ്മുടെ വിലാസത്തിൽ നിന്നും അപ്രസക്ത ഗണങ്ങളായിട്ട് മാറുകയാണ്. അതൊന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. പിന്നീട് വ്യക്തികൾക്ക് വിപണിയുമായിട്ട് മാത്രം ബന്ധമുണ്ടാവുകയാണ്. അതായത് തങ്ങൾ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് വാണിജ്യം നടത്താനുള്ള, വിനിമയങ്ങൾ നടത്താൻ വിപണിയായിട്ട് മാത്രം വ്യക്തികൾക്ക് ബന്ധമുണ്ടാവുകയാണ്. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉപഭോഗ സംവിധാനമായിട്ട് തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ അതായത് എനിക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങുക, വിൽക്കുക, അങ്ങനെ ഞാൻ എൻ്റെ സന്തോഷത്തിൽ മാത്രം ജീവിക്കുക എന്നുള്ളൊരു ഉപഭോഗ സംസ്കാരത്തിലേക്കും കൂടെ മനുഷ്യർ വളർന്നിരിക്കുകയാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ ഇമെയിൽ വിലാസം എന്ന ഭാഷാഘടനയിൽ പ്രകടമായിട്ട് കാണാനും സാധിക്കും. കാരണം ഇമെയിലിൽ ഒരു ഗ്രാമത്തിന്റെയോ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെയോ ഒരു പരാമർശവും ഒന്നുമില്ല. അതുകൊണ്ട് വ്യക്തികൾ അവരുടേതായ ആ ചെറിയ ഇടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന സ്വകാര്യതയുടെ, അതായത് സ്വാർത്ഥതയുടെ ഒരു രൂപമായിട്ട് അഡ്രസ്സ് പോലും മാറുന്നു എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇമെയിൽ സൗകര്യപ്രദം തന്നെയാണ്, പക്ഷെ ഈ വിലാസത്തിന് നാട്ടുവിലാസത്തിന്റെ സാമൂഹ്യ ധ്വനികൾ പകരുന്ന അറിവും പാരസ്പര്യ ബോധവും നൽകാനാകുമോ എന്നുള്ള ചോദ്യത്തോടു കൂടെ തന്നെ ഈ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഈ ലേഖന ഭാഗം നന്നായിട്ട് വായിക്കുക, അതോടൊപ്പം ക്ലാസ്സും വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.